ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കുഞ്ഞു യാത്രാവിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വെക്കേഷനൊക്കെ തുടങ്ങിയോണ്ട് തന്നെ നമ്മളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തു. വേറെ എവിടേക്കും അല്ല, വയനാട് തിരുനെല്ലിക്കാണ്, അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടാണ്. ഞാനും പിള്ളേരുമാണ് ഉള്ളത് യാത്രയിൽ. നമ്മളെ വണ്ടി എടുത്തിട്ട് ഡ്രൈവറെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നുള്ളത്. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, US യാത്രയിലായതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ ഒരു 6 മണി ആയപ്പോൾ തന്നെ ഇറങ്ങി അതുകൊണ്ട് വെയിലാവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചുരം കയറാൻ പറ്റി. ചുരത്തിലിറങ്ങി അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ടു. അത്യാവശ്യത്തിലേറെ തന്നെ മഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണിന് നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഈ കോഴിക്കോടുള്ള നല്ല വെയിലിൽ നിന്ന് വയനാട്ടിലേക്ക് കയറിയ സമയത്ത് ചുരത്തിലെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ട്രാഫിക് ബ്ലോക്കോ കാര്യമൊന്നും ഉണ്ടായില്ല, പെട്ടെന്ന് തന്നെ എത്താൻ പറ്റി. കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെല്ലെ വയനാട്ടിലേക്ക് കടക്കുകയാണ്. ഈ ഒരു വെൽക്കം ബോർഡ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അപ്പം നല്ല മഞ്ഞും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇറങ്ങി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ലക്കിടിയിലുള്ള നമ്മുടെ കരിന്തണ്ടൻ്റെ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. വയനാട് ലക്കിടിയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചങ്ങലയിട്ട മരത്തിന് വലിയൊരു കഥ പറയാനുണ്ട് കേട്ടോ. ഒരു ചതിയുടെ കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. വളരെ പണ്ട് വയനാട്ടിലേക്കുള്ള വഴി എളുപ്പമാക്കാനുള്ള ചുരം വഴിയുള്ള എളുപ്പ വഴി കാണിച്ചു കൊടുത്ത കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പന് വഴി കാണിച്ചു കൊടുത്തതിന് ശേഷം ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തിയെന്നാണ് പറയാറുള്ളത്. പിന്നീട് ആദിവാസി മൂപ്പൻ്റെ ആത്മാവിനെ ഒരു മന്ത്രവാദി ഈ ചങ്ങലയിൽ ബന്ധിച്ച് ഈ മരത്തിൽ തളച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ കരിന്തണ്ടൻ ആ മൂപ്പന് വേണ്ടിയിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. വിളക്കൊക്കെ കത്തിച്ച് പൂജയൊക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. വയനാട്ടിൽ വരുന്ന എല്ലാവരും തന്നെ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടാണ് മടങ്ങാറുള്ളത്. അതുപോലെ തന്നെ നമ്മളും ഇത് സന്ദർശനത്തിന് ശേഷമാണ് പിന്നീട് യാത്ര തുടർന്നത്. കാണാൻ ഒരുപാട് ഭംഗിയുള്ള യാത്രയായിരുന്നു കേട്ടോ ഈ തിരുനെല്ലി യാത്ര എന്ന് പറയുന്നത്. റോഡിൻ്റെ 2 സൈഡും കാടായതുകൊണ്ട് തന്നെ നിറയെ മരങ്ങളും പച്ചപ്പും കുരങ്ങന്മാരും മാനും ഒക്കെ കാണാനൊക്കെ പറ്റി. ഒരുപാട് എന്താ പറയുക, മനസ്സിന് ഒരുപാട് സന്തോഷം നിറഞ്ഞ യാത്രയായിരുന്നു കേട്ടോ. അതേപോലെ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും അതിമനോഹരമായിരുന്നു. ലൈഫിൽ നിന്നൊക്കെ മാറി ഒരു 2 ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ തിരുനെല്ലി എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയുക, പ്രകൃതിയോട് ഇണങ്ങി 2 ദിവസം നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ.